റിലീസിന് മുൻപേ മുടക്കുമുതലിനുമേൽ തിരിച്ചുപിടിച്ചു. പ്രീ റിലീസ് ബിസിനസ്സിലൂടെ വമ്പൻ ലാഭം നേടിയത് ഗീതു മോഹൻദാസ് ഒരുക്കുന്ന പാൻ ഇന്ത്യൻ റിലീസിനെത്തുന്ന ബ്രഹ്മാണ്ഡ ചിത്രം ടോക്സിക് ആണ്. യശ് എന്ന പാൻ ഇന്ത്യൻ സ്റ്റാറിൽ മാത്രം ഒതുങ്ങരുതാത്തതാണ് ടോക്സിക് എന്ന സിനിമ. ഇന്ത്യയിലെ തന്നെ ഏറ്റവും സ്റ്റാർഡമുള്ള നടന്മാരിൽ ഒരാൾ. KGF 2 ശേഷം യഷിന്റെ അടുത്ത പ്രൊജക്ടിന്റെ സാരഥി ആരെന്ന നിലയ്ക്ക് ആദ്യ നാളുകളിൽ ഉയർന്നു വന്നത് പല വമ്പൻ സംവിധായകരുടെയും പേരുകളായിരുന്നു. അപ്രതീക്ഷിതമായാണ് മലയാളിയായ ഗീതു മോഹൻദാസ് യഷിന്റെ ബ്രഹ്മാണ്ഡ ചിത്രം സംവിധാനം ചെയ്യുന്നുവെന്ന വാർത്ത വരുന്നത്. ലോക സിനിമയോടൊപ്പം തന്നെ മലയാളം നടത്തിയ കുതിപ്പിന്റെ അടയാളമായിരുന്നു ആ അനൗൺസ്മെന്റ്. പക്ഷേ കസബ വിവാദത്തിന് ശേഷം കേരളത്തിൽ ഗീതു മോഹൻദാസിനെതിരെ ഉയർന്നു വന്നിരുന്ന ഹെയ്റ്റ് പടത്തിന്റെ അനൗൺസ്മെന്റ് സമയം മുതൽ അവരെ പിന്തുടർന്നുകൊണ്ടേയിരുന്നു. അവരർഹിക്കുന്ന അംഗീകാരമോ പ്രശംസയോ കിട്ടാത്തതുപോലെ അനുഭവപ്പെട്ടു. നിവിൻ പോളിക്ക് ഏറ്റവും മികച്ച കഥാപാത്രവും ഗീതു മോഹൻദാസ് എന്ന സംവിധായകയ്ക്ക് ബ്രാൻഡ് വാല്യൂവും സമ്മാനിച്ച ചിത്രമായിരുന്നു മൂത്തോൻ. പ്രമേയം കൊണ്ടും മാസ് ഓഡിയൻസിനെ ലക്ഷ്യം വെക്കാതിരുന്നതുകൊണ്ടും ചില പ്രത്യേക പ്രേക്ഷകരാൽ തഴയപ്പെട്ട ചിത്രം. പിന്നീട് യഷിനെ നായകനാക്കി ഗീതു പടം ചെയ്യുന്നു എന്ന് കേട്ടപ്പോൾ പാൻ വേൾഡ് മൂത്തോൻ എന്ന പരിഹാസവും ഉയർന്നു. 2.5 വർഷത്തോളം നീണ്ടുനിന്ന ഷൂട്ടിങ്ങും ടോക്സിക്കിന്റെ ഹൈപ്പ് കുറച്ചു. പക്ഷേ ചിത്രത്തിൻ്റെതായി പുറത്തു വന്ന ആദ്യ 2 ഗ്ലിംസസ് അക്ഷരാർത്ഥത്തിൽ ഒപ്പം നിന്നവരെയും വിമർശിച്ചവരെയും ഒക്കെ ഒരുപോലെ ഞെട്ടിച്ചു. മാസ് ആക്ഷൻ നായകനായി യശ് എത്തുമ്പോൾ കഥാപരിസരം ആ താരത്തിന് വേണ്ടി എഴുതപ്പെട്ടതായിരുന്നു. പബ്ബിലെ 18+ രംഗങ്ങൾ ഉൾപ്പെടുത്തിയ സ്നീക്ക് പീക്കിന് കമന്റുകളിൽ ഗീതു വൻ അധിക്ഷേപം നേരിടേണ്ടി വന്നു. തുടർന്നുള്ള ടീസറിനും ഗർഭനിരോധന ഉറയുടെ പരസ്യം പോലെ എന്നുപോലുമുള്ള പരിഹാസങ്ങൾ ഉയർന്നു. എല്ലാത്തിനും അടിസ്ഥാനം ആ ഒരൊറ്റ സംഭവമായിരുന്നു. 2017 IFFK ഓപ്പൺ ഫോറത്തിൽ വെച്ച് നടി പാർവതി തിരുവോത്ത് സിനിമകളിലെ സ്ത്രീവിരുദ്ധതയെക്കുറിച്ച് സംസാരിച്ചിരുന്നു. സിനിമയുടെ പേര് പറയാതെ പാർവതി നടത്തിയ പരാമർശത്തിൽ സിനിമയുടെ പേര് തുറന്നു പറയാൻ ഗീതു പാർവതിയെ പ്രോത്സാഹിപ്പിച്ചു. ഗീതു സെയ്റ്റ് എന്ന് പറഞ്ഞതിന് പിന്നാലെ കസബ എന്ന ചിത്രവും മമ്മൂട്ടിയുടെ കഥാപാത്രവും എടുത്തു പറഞ്ഞ് പാർവതി വിമർശനം ഉന്നയിച്ചു. ചിത്രത്തിലെ ഒരു രംഗത്തിൽ മമ്മൂട്ടിയുടെ നായക കഥാപാത്രം ഒരു വനിതാ പോലീസ് ഉദ്യോഗസ്ഥയോട് അവരുടെ അനുവാദം കൂടാതെ അപമര്യാദയായി പെരുമാറുന്ന രംഗമായിരുന്നു വിമർശിക്കുന്നത്. ഇത് പക്ഷേ മമ്മൂട്ടി ആരാധകരെയും ഫെമിനിസം വിരോധികളെയും ചൊടിപ്പിച്ചു. അന്ന് തുടങ്ങിയ സൈബർ ആക്രമണം ഇന്നും ഗീതു മോഹൻദാസ്, പാർവതി, സപ്പോർട്ട് ചെയ്ത റിമ കല്ലിങ്കൽ തുടങ്ങിയവരെ വേട്ടയാടിക്കൊണ്ടേയിരിക്കുന്നു. ടോക്സിക്കിൽ യശ് അവതരിപ്പിക്കുന്ന രായ എന്ന നായക കഥാപാത്രത്തെ അടയാളപ്പെടുത്തുന്ന അയാളുടെ ലക്ഷറിയെ കാണിച്ചു തരുന്ന രംഗങ്ങളെ അനുവാദം കൂടാതെ ഒരു സ്ത്രീയോട് മമ്മൂട്ടിയുടെ നായകൻ നടത്തിയ അതിക്രമവുമായാണ് വിമർശിക്കുന്നവർ താരതമ്യം ചെയ്തത്. ചിത്രത്തിന്റെ ടീസറിനെതിരെയുള്ള വിമർശനങ്ങൾക്ക് ഐ ഹാവ് സെഡ് ഇറ്റ് എന്ന ഇംഗ്ലീഷ് വാചകത്തിൽ മറുപടി ഒതുക്കുകയാണ് സംവിധായിക ഗീതു മോഹൻദാസ് ചെയ്തത്. ബാക്കി വഴിയെ കാണാം. അംഗീകരിച്ചാലും ഇല്ലെങ്കിലും അവർ ഇന്ന് ലോക സിനിമാ വ്യവസായത്തിന്റെ ഉച്ചിയിലെത്തിയെന്നതാണ് യാഥാർത്ഥ്യം. ദുരന്തർ 2-നൊപ്പം ക്ലാഷ് റിലീസിനെത്തുന്നു എന്ന അറിയിപ്പിന് പിന്നാലെയാണ് ആഗോള റിലീസ് തീയതി മാറ്റുന്നതായി KVN പ്രൊഡക്ഷൻസും മോൺസ്റ്റർ മൈൻഡ് ക്രിയേഷൻസും അറിയിപ്പ് നൽകിയത്. തീയതി മാറ്റിയത് തോൽവി ഭയന്നോ എന്ന ചോദ്യത്തിന് മറുപടിയും അതിൽ തന്നെയുണ്ട്. പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങൾ രൂക്ഷമാകുന്ന പശ്ചാത്തലത്തിലാണ് തീയതി മാറ്റം. 2026 മാർച്ച് 19 നിശ്ചയിച്ചിരുന്ന ചിത്രത്തിന്റെ വേൾഡ് വൈഡ് പ്രീമിയർ പശ്ചിമേഷ്യയിൽ നിലനിൽക്കുന്ന സംഘർഷങ്ങളും പ്രാദേശിക അസ്ഥിരതയും കണക്കിലെടുത്ത് 2026 ജൂൺ 4 മാറ്റിയിരിക്കുന്നത്. തിയേറ്ററിക്കൽ റൈറ്റ്സ്, മ്യൂസിക്, ഡിജിറ്റൽ സാറ്റലൈറ്റ് റൈറ്റ്സ് എല്ലാം ചേർത്ത് പ്രീ റിലീസ് ബിസിനസ്സിലൂടെ 600 കോടിയോളം ചിത്രം സ്വന്തമാക്കിയെന്നാണ് തമിഴിലെ മുൻനിര വിതരണക്കാരനും നിർമ്മാതാവുമായ ധനഞ്ജയൻ കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തിയത്. ആന്ധ്ര, തെലങ്കാന എന്നിവിടങ്ങളിൽ 120 കോടിക്കാണ് ടോക്സിക്കിനെ വിതരണക്കാർ സ്വന്തമാക്കിയത്. 63 കോടിക്കാണ് തമിഴ്നാട്ടിൽ ചിത്രത്തിന്റെ വിതരണാവകാശം വിറ്റുപോയത്. കേരളത്തിൽ 8 കോടിയോളമാണ് ചിത്രത്തിന്റെ റൈറ്റ്സ്. E4 എന്റർടൈൻമെന്റ്സ് ആണ് ചിത്രത്തെ കേരളത്തിൽ വിതരണം ചെയ്യുന്നത്. അനിൽ തദാനിയുടെ AF ഫിലിംസ് ആണ് നോർത്ത് ഇന്ത്യയിൽ ടോക്സിക്കിന്റെ വിതരണക്കാർ. 100 കോടിക്ക് മുകളിലാണ് ചിത്രത്തിന്റെ റൈറ്റ്സ് എന്നതാണ് റിപ്പോർട്ടുകൾ. ഓവർസീസിൽ 105 കോടിക്കാണ് ഫാസ്റ്റ് ഫിലിംസ് ടോക്സിക്കിനെ സ്വന്തമാക്കിയത്. 40 കോടിക്ക് മുകളിൽ മ്യൂസിക് റൈറ്റ്സും 100 കോടിക്ക് മുകളിൽ ഡിജിറ്റൽ സാറ്റലൈറ്റ് റൈറ്റ്സും വിറ്റുപോയെന്നതാണ് റിപ്പോർട്ടുകൾ. 500 കോടിയിലേറെ ബജറ്റിൽ ഒരുങ്ങുന്ന ടോക്സിക് റിലീസിന് മുൻപ് തന്നെ ബജറ്റ് തിരിച്ചു പിടിച്ചതായാണ് നിർമ്മാതാക്കൾ നൽകുന്ന വിവരം. ഇതവർക്ക് ആശ്വാസം നൽകുന്ന കാര്യം കൂടിയാണ്. എന്നാൽ റിലീസിന് ശേഷം 1300 കോടി രൂപയെങ്കിലും ലഭിച്ചാൽ മാത്രമേ ചിത്രത്തെ ഹിറ്റ് എന്ന് പറയാനാകൂ എന്നതാണ് കണക്കുകൾ. വിവാദങ്ങളും പരിഹാസങ്ങളും ഒട്ടും കുറവില്ലാതെ കമന്റ് ബോക്സുകളിൽ നിറയുമ്പോഴും യശ്, നയൻതാര, ഹുമ ഖുറൈഷി, രുക്മിണി വസന്ത്, താര സുതാര്യ, കിയാര അദ്വാനി എന്നിവർക്കൊപ്പം മലയാളത്തിൽ നിന്നും ടൊവിനോ തോമസും സുദേവ് നായരും എല്ലാം ഒന്നിക്കുന്ന ചിത്രത്തിൽ എന്ത് ഗീതു മാജിക്കാണ് കാണാനുണ്ടാവുക എന്ന ആകാംക്ഷയിൽ തന്നെയാണ് മലയാള സിനിമ.